ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഫോട്ടോഷോപ്പിൽ മുടിയുടെ ഡീറ്റെയിൽ നഷ്ടപ്പെടാതെ എങ്ങനെ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ നമുക്ക് മാറ്റേണ്ടത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. അതിനായിട്ട് ഫയലിൽ പോയിട്ട് ഈ ഓപ്പൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്, എന്നിട്ട് ഓപ്പൺ കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറിക്കിടക്കുന്ന മുടിയും ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ പെൻ ടൂൾ ഉപയോഗിക്കുകയാണ്. പെൻ ടൂൾ ഉപയോഗിച്ച് സ്പീഡിൽ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് വരുന്ന അധ്യായത്തിലെ വീഡിയോകൾ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് റഫായിട്ടൊന്ന് കട്ട് ചെയ്യാണ്. പെൻ ടൂൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല, വേറെ ഏത് ടൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ സാധാരണ പെൻ ടൂളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തേക്കുന്നത് പെൻ ടൂളിൻ്റെ പാത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിന് സെലക്ഷൻ ആകുന്നതിനായിട്ട് കൺട്രോൾ എൻ്റർ അടിക്കണം. അപ്പോൾ ഇത് സെലക്ഷൻ ആവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം അത് സെലക്ഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോയിൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തതെന്നറിയാതിരിക്കാൻ വേണ്ടി ഇതിന് ഫെദർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൺട്രോൾ ആൾട്ട് ഡി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫെദറിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഫെദർ എത്ര ഫോട്ടോയുടെ സൈസ് എത്രയാണോ അതിനനുസരിച്ചുള്ള ഫെദർ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 1.7 സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ കോപ്പി എടുക്കുന്നതിനായിട്ട് കൺട്രോൾ ജെ അമർത്തിയാൽ മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുടി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കോപ്പി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അതിനുശേഷം ഈ പാറി കിടക്കുന്ന മുടിയും ബാക്ക്ഗ്രൗണ്ടും മാത്രമായിട്ട് നമുക്കൊരു കോപ്പി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാനിവിടെ ലാസോ ടൂളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക. മുടിയും ബാക്ക്ഗ്രൗണ്ടും മാത്രമായിട്ട് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അത് കൺട്രോൾ ജെ കൊടുത്തിട്ട് കോപ്പി എടുക്കുക. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ലെയർ നമുക്കിനി ആവശ്യമില്ല. അതിൻ്റെ മുകളിലാണ് നമുക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് അവിടെ വേണ്ടത് അത് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ മുടിയുടെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതിനായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഓപ്പൺ ആക്കിയിടുകയാണ്. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് കോപ്പി ചെയ്ത് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ സെലക്റ്റിൽ പോയിട്ട് ആളെന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് കോപ്പി കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് കോപ്പി ആയിട്ടുണ്ട്, ഈ ഭാഗം കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിൽ നമുക്ക് ഈ ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൺട്രോൾ വി അമർത്തി കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ആവുന്നതാണ്. അതിനുശേഷം കൺട്രോൾ ടി അമർത്തി ഇത് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് വലിപ്പം. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ നോർമൽ എന്നുള്ള ഭാഗത്ത് നമ്മളുടെ ആ മുടിയും ബാക്ക്ഗ്രൗണ്ടോടെ വരുന്ന ലെയർ സെലക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഒറ്റ കളർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ കൊടുത്തപ്പോൾ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത്. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ വേറെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ്, ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്റ്റിൽ പോവുക, അത് സെലക്ട് ചെയ്യുക, എഡിറ്റിൽ പോവുക, അത് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് മുമ്പായിട്ട്. അതിനുശേഷം
ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്തുകൊണ്ടുവന്ന ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറ്റാവുന്നതാണ്. അതിന് ഞാൻ Ctrl+U അമർത്തി കളർ ചേഞ്ച് ചെയ്യാനുള്ള സാച്ചുറേഷൻ ഓപ്ഷൻ എടുക്കുകയാണ്. അതിനുശേഷം സാച്ചുറേഷൻ കുറച്ച് കൂട്ടി, എന്നിട്ട് ലൈറ്റ്നെസ് കുറച്ച് കൂട്ടി കൊടുക്കും. നിങ്ങൾക്ക് ഈ കളർ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊണ്ടിടാം, അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മുടി പോലും പോകാതെ നേരത്തെ നമ്മൾ കണ്ട വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ അതേ മുടി അതുപോലെ തന്നെ വേറെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ ഫോട്ടോ സഹിതം നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് രണ്ടും രണ്ട് കളറായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ മൾട്ടിപ്ലൈ കൊടുത്ത മുടിയുടെ ലെയറും നമ്മൾ കട്ട് ചെയ്തെടുത്ത നോർമലായിട്ടുള്ള ആ ലെയറും രണ്ട് കളറായിട്ടാണ് നിൽക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇത് കുറച്ചും കൂടെ ഡാർക്ക് കളർ ബ്ലാക്ക് കളർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ മെയിൻ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ലെയറിൽ കുറച്ചുകൂടെ ബ്ലാക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇമേജിൽ പോവുക, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ സെലക്റ്റീവ് കളർ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ റെഡ് എന്നുള്ള ഭാഗത്തുനിന്ന് അത് മാറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ കൊടുക്കുക. അതിനുശേഷം ഈ ബ്ലാക്ക് എന്നുള്ളത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി കൊടുക്കുക, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. കുറച്ച് ബ്ലാക്ക് കൂടിയിട്ടുണ്ട് നമ്മുടെ ഈ മെയിൻ ലെയറിൽ. അതിനുശേഷം ബേൺ ടൂൾ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ എക്സ്പോഷർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു 20 ഇടുക. ആദ്യം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഹാർഡ്നെസ് ഫുള്ളായിട്ട് കുറച്ചിടുക. അതിനുശേഷം ഈ മുടിയുടെ ഭാഗം മാത്രം നമ്മളൊന്ന് ഓടിച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ബ്ലാക്ക് കളറായിട്ട് വരുന്നുണ്ട്. ഏകദേശം രണ്ടും ഒരേ കളറായിട്ട്. നമുക്ക് ഈ മൾട്ടിപ്ലൈ കൊടുത്ത ലെയറിന് കുറച്ച് ബ്ലാക്ക് കളർ കുറവുണ്ട്. അതിനായിട്ട് ആ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമേജിൽ പോവുക, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ലെവൽ എന്നുള്ള ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. സെൻറ്ററിലുള്ള ഈ ഐക്കൺ കുറച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ ബ്ലാക്ക് കൂടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടും ഒരേ കളറായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണെന്ന് അറിയില്ല. അപ്പോൾ ഈ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളുകൾ പഠിക്കാൻ. ഇനി ഇതിലും നല്ല അറിവുകളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം.